തുടർച്ചയായ ഏകദിന മത്സരങ്ങളിൽ രണ്ടോ അതിലധികമോ സെഞ്ചുറി നേടുന്ന താരമെന്ന റെക്കോർഡിൽ എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലി. റാഞ്ചിക്ക് പിന്നാലെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിൽ റായ്പൂരിലും സെഞ്ചുറി നേടിയതോടെ കോഹ്ലിയുടെ സെഞ്ചുറി തുടർച്ചയുടെ എണ്ണം 11 റാഞ്ചിയിൽ നടന്ന ആദ്യ ഏകദിനത്തിൽ 120 പന്തിൽ 135 റൺസ് അടിച്ച കോഹ്ലി റായ്പൂരിൽ 93 പന്തിൽ 102 റൺസാണ് സ്വന്തമാക്കിയത്. 2 സിക്സുകളും 7 ഫോറുകളും താരം ബൗണ്ടറി കടത്തി. തുടർച്ചയായ സെഞ്ചുറികളുടെ കാര്യത്തിൽ രണ്ടാമതുള്ള ദക്ഷിണാഫ്രിക്കൻ മുൻ താരം AB ഡി വില്ലിയേഴ്സ് 6 തവണയാണ് 2 സെഞ്ചുറികൾ സ്വന്തമാക്കിയിട്ടുള്ളത്. കരിയറിലുടനീളം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ തകർപ്പൻ പ്രകടനമാണ് കോഹ്ലിയുടേത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 31 ഏകദിന ഇന്നിംഗ്സുകൾ കളിച്ച കോഹ്ലി 7 സെഞ്ചുറികളും 8 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ 1741 റൺസാണ് നേടിയിട്ടുള്ളത്. ഈ വർഷം 12 ഏകദിനങ്ങൾ കളിച്ച കോഹ്ലി 586 റൺസാണ് ആകെ അടിച്ചെടുത്തത്. 3 സെഞ്ചുറികളും 3 അർദ്ധ സെഞ്ചുറികളും താരം നേടിയപ്പോൾ 135 റൺസാണ് ഉയർന്ന സ്കോർ. രാജ്യാന്തര ക്രിക്കറ്റിൽ 28,000 റൺസ് എന്ന നേട്ടത്തിലെത്താൻ കോഹ്ലിക്ക് ഇനി 90 റൺസ് കൂടി മതിയാകും. ഇതിഹാസ താരങ്ങളായ സച്ചിൻ തെണ്ടുൽക്കറും കുമാർ സംഗക്കാരയും മാത്രമാണ് 28,000 റൺസ് ക്ലബിലുള്ളത്. 585 രാജ്യാന്തര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള കോഹ്ലി ഇതുവരെ 27,910 റൺസാണ് അടിച്ചുകൂട്ടിയിട്ടുള്ളത്. രണ്ടാം ഏകദിന മത്സരത്തിൽ 90 പന്തുകളിൽ നിന്നാണ് കോഹ്ലി സെഞ്ചുറി സ്വന്തമാക്കിയത്. ഏകദിന ഫോർമാറ്റിൽ താരത്തിന്റെ 53ാം സെഞ്ചുറിയാണിത്. രാജ്യാന്തര കരിയറിൽ 84ാം സെഞ്ചുറി നേട്ടം.